ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇന്ന് എൻ്റെ ഗ്രാജുവേഷനാണ്. നമ്മൾ ഇന്നൊരു വ്ളോഗ് എടുക്കാൻ തീരുമാനിച്ചു. ഒരാളെ നീട്ടി കണ്ണൊക്കെ വല്ലാണ്ടിരിക്കുവാണ്. ഞാൻ ജസ്റ്റ് മോയ്സ്ചറൈസറൊക്കെ ഇട്ട് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പറ്റണൊക്കെ ഞാൻ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കാണുമ്പോൾ ഒരു മെമ്മറി ആയിരിക്കുമല്ലോ. ദിവസം ഇവിടെ ടൈ കട്ടണേ കഷ്ടപ്പാടിലാണ് ഗൈസ്. ആർക്കെങ്കിലും അറിയോ ടൈ കട്ടാൻ? ഇവിടെ യൂട്യൂബ് വീഡിയോ നോക്കാണ് നമ്മൾ. ടൈ കട്ടാൻ ആർക്കും അറിയത്തില്ല. പക്ഷെ എൻ്റെ മേക്കപ്പൊക്കെ ചെയ്തു എനിക്കറിയില്ല എങ്ങനെ വരുന്നു. ഹലോ, സെറ്റായോ? ഇനി ഞാനാണ് ഡ്രസ്സ് ചെയ്യാനുള്ളത്. ഡ്രസ്സ് ചെയ്തിട്ട് വരാം. 9 മണിക്കത്തെ പരിപാടിക്ക് വേണ്ടി ഞാൻ 7:30 തൊട്ട് റെഡി ആവണതാണ്. പക്ഷേ എനിക്ക് എന്നും ഉള്ള പോലെ തന്നെ ടൈം കിട്ടിയില്ല. മുടിയൊക്കെ ഞാൻ തലേദിവസം സ്ട്രെയിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രാവിലെ ഒന്നുകൂടി ചെയ്തു. പക്ഷേ സ്റ്റിൽ സമയമില്ലാത്തതുകൊണ്ടായിരിക്കും അത് കറക്റ്റായിട്ട് വന്നിട്ടില്ലായിരുന്നു. പിന്നെ നമ്മളവിടെ കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുമാത്രമല്ല, നെയിൽസ് വെക്കണമെന്ന് വിചാരിച്ചു. അത് കാറിലിരുന്ന് വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് നടന്നില്ല. അങ്ങനെ മൊത്തത്തിലൊരു ഫ്ലോപ്പായിരുന്നു. ഞാൻ വ്ളോഗിടാം. നിങ്ങൾ എത്ര നാള് കൂടിയല്ലേ കാണുന്നത് ഗൈസ്. നമ്മളിപ്പോൾ തൊപ്പിയൊക്കെ വെച്ച് കോട്ടൊക്കെ ഇട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് ഇങ്ങനെ ഇരിക്കാൻ. അപ്പോൾ നമ്മളെ കൂടെ കുറേ പേരുണ്ട് ഇവിടെ. എല്ലാവരും വന്ന് ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. പരിപാടി തുടങ്ങിയിട്ടില്ല. നിതിൻ ചേട്ടൻ നമുക്കൊരു നമ്പർ തരും. അതനുസരിച്ചാട്ടോ നമ്മൾ ഈ ചെയറിലെടുത്തുന്നത്. ഞാനും ജോസഫ് അടുത്തടുത്തുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എന്താണ് സ്റ്റേജിൽ കയറിയിട്ട് ചെയ്യേണ്ടതെന്നുള്ളത് അവർ എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു. Sandra Krishna. And Joseph Thomas. സ്റ്റേജിൽ കയറുമ്പോൾ തട്ടി വീഴുമെന്നുള്ള ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഹീൽസ് ആയതുകൊണ്ട് നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയോ മാനേജ് ചെയ്തു. പിന്നെ ഇത്ര ഉണ്ടായിരുന്നല്ലോ അവിടുത്തെ പരിപാടി. നമ്മൾ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യൂ ആണ്. ഏതോ ഒരുത്തെ അപ്പോൾ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യൂ ആണ് ഗൈസ്. ഇപ്പോൾ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഫോട്ടോ സെക്ഷനാണ്. ഇവിടെ എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫോട്ടോഗ്രാഫി ഓൺ. പക്ഷേ എൻ്റെ കുറച്ച് മേക്കപ്പ് ഡള്ളായിട്ടുണ്ട്. കാരണം ഫൗണ്ടേഷൻ വാങ്ങിച്ചത് വേറെ ഷെയ്ഡാന്ന് തോന്നുന്നു. പക്ഷെ അവിടെ വെച്ച് നല്ലായിരുന്നു. ഇപ്പം എനിക്കെന്തോ ഒരു നല്ലോണം വീശി തിരി. നല്ല രീതിക്ക് വെള്ളമായി. ഒരു ലോഡ് ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മഴയും പെയ്യുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ പനി പിടിച്ചിട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ചായപ്പിടിക എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റിൽ പോയി അവിടുത്തെ തവള ഫ്രൈ ഒക്കെ ട്രൈ ചെയ്യണമെന്ന് ഇവർ കുറേ ദിവസമായി പറയണു. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും അവിടെ പോയി. പക്ഷെ ഇന്ന് പ്രാന്തായിട്ടുണ്ടായിരുന്നു. അതന്നെ സ്പെഷ്യൽ സാധനമാണോ? കറക്റ്റ്. അത് മാത്രമാണ് ചേട്ടാ ഡിഫറൻസ് ഉള്ളൂ. ചോറിന്റെ ഡിഫറൻസ്. കൈമ റൈസ്, ബിരിയാണി റൈസ്, പിന്നെ വെജിറ്റബിൾസ് ഒന്നുമില്ല, എല്ലാം മീറ്റ്. ഇവര് തവള ഫ്രൈ തിന്നാൻ പോവാണ്. തവള ഫ്രൈ വരുമ്പോ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. തവള ഫ്രൈ മണം ഇതിന്റെ. എല്ലാരും ടേസ്റ്റ് ആണ്. എക്സ്പ്രഷൻ ഇടാം. അടാ എങ്ങനെയുണ്ടടാ എക്സ്പ്രഷൻ ഇടണം. കൈ വെക്കണം ചെയ്യുക. എടാ എങ്ങനെയുണ്ട് തവള? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണോ? എന്ത് ടേസ്റ്റാ? ഇത് കോൾഡാ. കോൾഡല്ലേ? കോൾഡ് കോഫി. അയ്യേ, ബിയോണ്ട് പീസ് എടുത്തു.
അതിന്റെ ബാക്കാ. എന്നാ എടുത്തു ഉണ്ടടാ. നീ പറ എങ്ങനെ ഉണ്ടെന്ന്. വിശക്കനല്ലാണ്ട് കഴിക്കാൻ വന്നു. ഞങ്ങൾ കൂടുതൽ പേരും ചട്ടിച്ചോറ് തന്നെയായിരുന്നു കഴിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം പെട്ടെന്ന് തന്നെ വന്നു. പക്ഷെ വിശപ്പ് കൂടിപ്പോയിട്ടാണോ എന്നറിയില്ല, എനിക്ക് മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ജയനാണെങ്കിൽ എന്തോ തട്ടുദോശ അങ്ങനെയാണെന്നാണ് പറഞ്ഞിരുന്നത്. അതും കൊള്ളാം കേട്ടോ. പിന്നെ ബൂസ്റ്റ് ഒലിക്കുന്നൊരു സാധനം ഞങ്ങൾ കുടിച്ചു, അത് അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് അവിടെ സ്പെൻഡ് ചെയ്തു. നമ്മളെ കൂടെ അരവിന്ദ് കപ്പ ബിരിയാണി പറഞ്ഞു, അതെല്ലാവരും തട്ടിപ്പറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കഴിക്കാം. കഴിച്ചു തുടങ്ങിയോളൂ. നമ്മൾ ഫുഡെല്ലാം കഴിക്കാനായിട്ട് അവിടെ നിന്ന് അതുകൊണ്ട് ഈ പച്ച കളർ എന്തോ പോലെ ഉണ്ടല്ലേ. വേറൊക്കെ ഫുള്ളായി കഴിച്ചു. അവര് ഫ്രണ്ടിലുണ്ട് ഗൈസ്. നമ്മളാണോ അവരാണോ ഫസ്റ്റ് എത്ര നമ്മൾ നോക്കും. പക്ഷെ ഇവിടെ നമുക്ക് സ്പീഡ് പറ്റത്തില്ലല്ലോ. ശരിയാ. അപ്പൊ നമ്മള് ഗ്രാജുവേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. അപ്പൊ നമ്മൾ വീട്ടിൽ വന്നു. എല്ലാരും ഉറക്കപ്പിച്ചൊക്കെ ആയിട്ട് റെസ്റ്റ് എടുക്കുന്നു. പിന്നെ ഫോട്ടോ ഒക്കെ കാണുന്നു. അഞ്ചത്ത് ഇപ്പൊ പോകും കുറച്ചേരം കഴിയുമ്പോ. അത്രേ ഉള്ളു ഗൈസ്. അപ്പൊ ശരി, ബൈ.